ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും വല്ലാതെ മുറിപ്പെടുത്താറുണ്ടല്ലേ. കുഞ്ഞുങ്ങളുടെ മരണം, കൊലപാതകങ്ങൾ, വലിയ ദുരന്തങ്ങൾ. മറക്കാൻ ശ്രമിച്ചാലും നീറുന്ന ഓർമ്മകളായി അതെല്ലാം അവശേഷിക്കും. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ രാത്രിയിലും പകലുമായി നടന്ന 2 ദുർമരണങ്ങൾ. വൈറ്റിലയിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഒരു സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവവും മറൈൻ ഡ്രൈവിൽ നവജാത ശിശുവിൻ്റെ ദുരൂഹ മരണവും ഞെട്ടലോടെയാണ് കേട്ടത്. കോട്ടയം സ്വദേശിനെ സുധയെ കൊലപ്പെടുത്തിയത് സുഹൃത്താണ്. ആത്മഹത്യ എന്ന് ആദ്യം കരുതിയ കേസിൽ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. കൊച്ചിയെ നടുക്കിയ പാതിര കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു മറൈൻ ഡ്രൈവിലെ നവജാത ശിശുവിൻ്റെ മരണവും. ഇതോടൊപ്പം കണ്ണൂരിൽ മുൻ സ്കൂൾ പ്രിൻസിപ്പാൾ പോക്സോ കേസിൽ അറസ്റ്റിലായ കേസും മലപ്പുറം പരപ്പനങ്ങാടിയിൽ ആൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ജീവിതത്തിൽ താൽക്കാലിക സുഖത്തിന് വേണ്ടിയാണ് പലരും വഴിവിട്ട ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും പിന്നാലെ പോകുന്നത്. ഒടുവിലത് വലിയ ദുരന്തത്തിൽ കലാശിക്കുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട്. കോട്ടയം സ്വദേശിനിയായ സുധയും കൊച്ചി പൊന്നുരുതിയിലെ ഷാജിയും തമ്മിലുള്ള സൗഹൃദത്തിനും ഇങ്ങനെയൊരു കഥ പറയാനുണ്ട്. വിവാഹമോചിതയായ ശേഷമാണ് സുധ ഷാജിയുമായി അടുക്കുന്നത്. ഇവർ പല ദിവസങ്ങളിലും കൊച്ചിയിലെ ലോഡ്ജിൽ പരസ്പരം നേരിൽ കാണാറുണ്ട്. കഴിഞ്ഞ രാത്രി ഷാജി വിളിച്ചതനുസരിച്ച് വൈറ്റിലെത്തിയതാണ് സുധ. അതവരുടെ അവസാന കൂടിക്കാഴ്ചയായിരുന്നു. ഷാജി പെൺസുഹൃത്തിനെ കൊല്ലാനായി വിളിച്ചു വരുത്തിയതാണ്. വാക്കുതർക്കത്തിനിടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതി കാറിൽ രക്ഷപ്പെട്ടു. ആദ്യം ആത്മഹത്യയെന്ന് കരുതിയ കേസിൽ CCTV ദൃശ്യങ്ങൾ കൊലയാളിയിലേക്ക് വിരൽ ചൂണ്ടി. അങ്ങനെ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതി ഷാജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനാണ് ആ പാതിരാത്രിയിൽ ഇരുവരും വൈറ്റിലെത്തിയത്? കരുതിക്കൂട്ടിയുള്ള കൊലപാതകമായിരുന്നു ഇത്. വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ്. വൈറ്റിലയിലൂടെ കടന്നുപോയ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് ട്രാക്കിനോട് ചേർന്ന് യുവതിയുടെ മൃതശരീരം ആദ്യം കാണുന്നത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ട്രെയിനിൽ നിന്നും വീണ് മരിച്ചതാണോ എന്ന സംശയത്തിൽ പരിശോധന നടത്തി. എന്നാൽ ട്രെയിൻ തട്ടി മരിച്ചതിന്റെ പരിക്കുകളല്ല മൃതദേഹത്തിൽ കണ്ടത്. മുഖത്തടിച്ചതിന്റെ പാടുകളും ശരീരത്തിൽ രക്തക്കറയും. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊലപാതകത്തിനുള്ള സാധ്യത പോലീസ് ഉറപ്പിച്ചു. തൊട്ടടുത്ത് കണ്ടെത്തിയ മൊബൈൽ ഫോണിന്റെ സിം വിശദാംശങ്ങൾ കോട്ടയം സ്വദേശി സുധാ ബേബി എന്ന യുവതിയിലേക്ക് പോലീസിനെ എത്തിച്ചു. ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യയെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്ന് പ്രതി കരുതിയേക്കാം. എന്നാൽ എറണാകുളം കോട്ടയം ട്രാക്കിന്റെ സർവീസില്ലാത്ത ഉപയോഗമില്ലാതെ കിടക്കുന്ന പാളത്തിലാണ് മൃതദേഹം പ്രതി ഉപേക്ഷിച്ചത്. ഭർത്താവുമായി പിരിഞ്ഞു ജീവിക്കുന്ന യുവതി ഷാജിയുമായി സൌഹൃദത്തിലായിരുന്നു. വിവാഹിതനായ ഷാജി ഹൈക്കോടതി മുൻ ജീവനക്കാരനുമായിരുന്നു. ഇരുവരുടെയും ബന്ധത്തിലുണ്ടായ തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസ് പറയുന്നത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇരുവരും തമ്മിൽ ബലപ്രയോഗവും നടന്നു. ശരീരത്തിൽ മുറിപ്പാടുകൾ കണ്ടെത്തി. രക്തം വാർന്നതും മരണത്തിന് കാരണമായി. ഷാജിയും സുധാ ബേബിയും കാറിൽ നിന്നിറങ്ങി റെയിൽവേ ട്രാക്കിലേക്ക് നടന്നുപോകുന്ന CCTV ദൃശ്യം പോലീസ് കണ്ടെത്തി. തിരികെ കാറിലേക്ക് കയറുമ്പോൾ പ്രതിയുടെ ഷർട്ടിൽ ചോരപ്പാടുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളാണ് നിർണായകമായത്. കൊച്ചി വൈറ്റ്ല മേൽപ്പാലത്തിന് തൊട്ടു താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നിരവധി സ്ഥാപനങ്ങൾ സമീപത്തുണ്ടെങ്കിലും രാത്രിയായാൽ വെളിച്ചമില്ലാത്ത ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 കൊച്ചി. പിഞ്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വാത്സല്യത്തോടെ നോക്കുന്നവരാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള നവജാത ശിശുക്കളോട് ക്രൂരത കാട്ടാൻ മനസ്സാക്ഷി ഉള്ളവർക്ക് കഴിയുമോ? എന്നാൽ പെറ്റമ്മ പോലും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ഒരു കാഴ്ച ആരെയും സങ്കടപ്പെടുത്തും. പൊക്കിൾക്കൊടി പോലും മുറിയാത്ത ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കായലിൽ. വൈകുന്നേരത്തോടെ മറൈൻ ഡ്രൈവിലെത്തിയ 2 പെൺകുട്ടികളാണ് ഈ കാഴ്ച ആദ്യം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഒരു പെൺകുഞ്ഞാണ് മരിച്ചതെന്ന് വ്യക്തമായി. കുഞ്ഞിനെ ആരെങ്കിലും കൊലപ്പെടുത്തി ഉപേക്ഷിച്ചതാകാമെന്നാണ് നിഗമനം. സമീപത്തെ ഫ്ളാറ്റുകളും
പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വൈകുന്നേരത്തോടെയാണ് മറൈൻ ഡ്രൈവിന് സമീപമുള്ള കായലിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വൈകിട്ട് 4 മണിയോടെ വാക്വേയിൽ നടക്കാനെത്തിയ 2 പെൺകുട്ടികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കാണുകയായിരുന്നു. തുടർന്ന് സമീപത്തുണ്ടായിരുന്നവരെയും പോലീസിനെയും വിവരമറിയിച്ചു. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് കരുതുന്നു. പൂർണ്ണ വളർച്ചയെത്താത്ത പെൺകുഞ്ഞിൻ്റേതാണ് മൃതദേഹം. കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ മറൈൻ ഡ്രൈവിന് സമീപത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് എറണാകുളം സെൻട്രൽ ACP പറഞ്ഞു. സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്, മാത്രമേ ഉള്ളൂ. ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണം. പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മരണകാരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു. ഏകദേശം എത്ര ദിവസം പഴക്കമുണ്ട്? ഏകദേശം ഒരു ഇതിൽ മനസ്സിലാവും. നമുക്ക് അസസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് വെള്ളം സോർട്ടീവ് ഇതാണ്, വെള്ളമാണ്. ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് നമുക്ക് നോർമൽ ഡീകമ്പോസിഷൻ ഇത് പറയാൻ കഴിയില്ല. ഇങ്ങോട്ടേക്ക് സാറേ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കാനാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ബുധനാഴ്ച നടക്കും. ന്യൂസ് 18 കൊച്ചി. നാട്ടുകാരെ ഉപദേശിച്ച് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചില മഹാന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രഭാഷണങ്ങളിലൂടെ എല്ലാവരെയും കോരിത്തരിപ്പിക്കുന്ന, ലഹരിക്കെതിരെ ബോധവൽക്കരണവും മോട്ടിവേഷൻ ക്ലാസ്സുമൊക്കെ നടത്തി വലിയ കയ്യടി നേടുന്ന ഇവരുടെ തനി സ്വഭാവം എപ്പോഴെങ്കിലും പുറത്തു വരും. കണ്ണൂരിൽ മാസ്റ്റർ ട്രെയിനർ എന്നറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറുണ്ട്. മുൻ സ്കൂൾ പ്രിൻസിപ്പാളായ കുന്നത്ത് ഷാജു ഉപദേശത്തിൻ്റെ മറവിൽ കാട്ടിയിരുന്ന വൃത്തികേടുകൾ കൂടി എല്ലാവരും അറിയണം. 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായതോടെയാണ് ഷാജുവിൻ്റെ തനി നിറം നാട്ടുകാർ മനസ്സിലാക്കിയത്. കൗൺസിലിങ്ങിനിടെ 17-കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിലാണ് നടപടി. സമൂഹ മാധ്യമങ്ങളിൽ മോട്ടിവേഷണൽ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ ഷാജു സൈക്കോളജിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ലൈഫ് സ്കിൽ ട്രെയിനർ എന്നീ നിലകളിലാണ് അറിയപ്പെടുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പളായിരുന്ന ഇയാൾ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് മോട്ടിവേഷൻ രംഗത്ത് എത്തുന്നത്. പ്രിൻസിപ്പളായി വിരമിച്ച ശേഷം ഷാജു ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സംസ്ഥാന ഫാക്കൽറ്റിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയും സ്ഥിരമായി മോട്ടിവേഷണൽ വീഡിയോകൾ ചെയ്യാറുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി നിരവധി ബോധവൽക്കരണ ക്ലാസുകളും എടുത്തിരുന്നു. കൗൺസിലിംഗ് എത്തുന്നവരുടെ വിശ്വാസം നേടിയെടുത്ത് ഇയാൾ പീഡനം നടത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ഷാജുവിനെ മുഴക്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. മാസ്റ്റർ ട്രെയിനർ എന്നറിയപ്പെടുന്ന ഇയാൾ കൗൺസിലിംഗിനായി എത്തിയ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. ഇയാൾക്കെതിരെ നേരത്തെയും ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. മട്ടന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാടനും അടുത്തിടെ പീഡനക്കേസിൽ അറസ്റ്റിലായിരുന്നു. കാഞ്ഞങ്ങാട്, നിലമ്പൂർ എന്നിവിടങ്ങളിൽ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടി പരാതി നൽകിയത്. സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള വ്യക്തിയാണ് ഫിലിപ്പ് മമ്പാടൻ. നിരവധി വീഡിയോകളാണ് ഇയാൾ പങ്കുവച്ചിരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇയാൾ ക്ലാസുകൾ എടുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി എങ്ങനെ വളർത്തുമെന്ന ആശങ്കയുണ്ടാകും പല മാതാപിതാക്കൾക്കും. ഒന്ന് കണ്ണു തെറ്റിയാൽ മതി കുഞ്ഞുങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാകാൻ. മലപ്പുറം പരപ്പനങ്ങാടിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് സ്കൂൾ വിട്ടുവരുന്ന വഴിയാണ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് നാടൊട്ടുക്ക് വലവിരിച്ച് അന്വേഷണം നടത്തി. അതിനായി പരപ്പനങ്ങാടി മുതൽ രാമനാട്ടുകര വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഒടുവിൽ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. വളാഞ്ചേരി സ്വദേശി ഷൗക്കത്ത് അലി നിരവധി പീഡന കേസുകളിൽ പ്രതിയാണ്. ഇയാൾ ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം.
പരപ്പനങ്ങാടിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിലാണ് വളാഞ്ചേരി സ്വദേശിയായ യുവാവിനെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വളാഞ്ചേരി ഇരുമ്പിളിയം വലിയകുന്ന് സ്വദേശി എങ്ങനാട്ടിൽ ഷൗക്കത്ത് അലി എന്ന 34-കാരനെ അറസ്റ്റ് ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത സമയം പ്രതിയെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമല്ലാതിരുന്നതിനാൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. പരപ്പനങ്ങാടി മുതൽ രാമനാട്ടുകര വരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും പരപ്പനങ്ങാടി, തിരൂർ, രാമനാട്ടുകര, വളാഞ്ചേരി എന്നിവിടങ്ങളിലെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. ശേഷം ഊർജിത അന്വേഷണത്തിനൊടുവിൽ പരപ്പനങ്ങാടിയിലെ കുപ്പിവളവ് എന്ന സ്ഥലത്ത് നിന്നാണ് ഷൗക്കത്ത് അലി പിടിയിലായത്. മേലാറ്റൂർ, പട്ടാമ്പി സ്റ്റേഷനുകളിലായി പ്രതി മുൻപും സമാനമായ 3ഓളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പരപ്പനങ്ങാടി CI നവീൻ ഷാജിന്റെ നേതൃത്വത്തിൽ SI ശ്യാം, ASI റീന, SCPOമാരായ ജയേഷ്, പ്രഭീഷ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. IIT പോലുള്ള ക്യാമ്പസുകളിൽ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ സജീവമാണ്. പഠനവും റിസർച്ചുമൊക്കെയായി സദാ സജീവമായ ഇടങ്ങളാണത്. എന്നാൽ അങ്ങനെയുള്ള ക്യാമ്പസുകളിൽ പോലും വിദ്യാർത്ഥികൾ സുരക്ഷിതരല്ലെങ്കിലോ? പാലക്കാട് IITയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ അജ്ഞാതൻ്റെ ആക്രമണമുണ്ടായത് രാത്രിയിലാണ്. എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിനി അശ്വനിയുടെ തലയ്ക്കാണ് അടിയേറ്റത്. ഭക്ഷണം കഴിക്കാൻ സുഹൃത്തുക്കൾക്കൊപ്പം ഡൈനിങ് ഹാളിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിന് പിന്നാലെ IITയിലെ സുരക്ഷ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. തിങ്കളാഴ്ച രാത്രി 8:30 IIT ക്യാമ്പസിനകത്ത് വെച്ചാണ് സംഭവം. അശ്വനിയും സുഹൃത്തുക്കളും IIT അക്കാദമി ബ്ലോക്കിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. മറ്റു വിദ്യാർത്ഥികൾക്ക് പിന്നാലെയാണ് അശ്വനി ഉണ്ടായിരുന്നത്. നിലവിളി കേട്ട് സഹപാഠികൾ ഓടിയെത്തിയപ്പോഴാണ് തലയിൽ രക്തം മാർന്ന നിലയിൽ അശ്വനിയെ കണ്ടത്. അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ ആദ്യം പാലക്കാട് വാളയാറിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ആക്രമണ കാരണവും ആരാണ് ആക്രമിച്ചതെന്നും അറിയില്ലെന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥിനി പോലീസിന് പ്രാഥമികമായി നൽകിയ മൊഴി. തലയോട്ടിക്ക് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി അപകടനില തരണം ചെയ്തതായി IIT അധികൃതർ പറഞ്ഞു. രാത്രി പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സഹപാഠികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ആക്രമണം നടന്ന ഭാഗത്ത് CCTV ഇല്ല. ക്യാമ്പസിനകത്തെ മറ്റ് നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ക്യാമ്പസിനകത്തെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിയ അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IITയിലെത്തി പരിശോധന നടത്തി. ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ സയൻറ്റിഫിക് ടീം പിന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥர்கள் സ്പോട്ടിലാണ് ഉള്ളത്. പ്രിലിമിനറി ആയിട്ട് ഒരു ഈവനിങ് സമയത്ത് ഒരു നടക്കാൻ പോകുമ്പോൾ ഒരു അസോൾട്ടിൻ്റെ അലിഗേഷൻ ആണ് ഉള്ളത്. സോ ജസ്റ്റ് ഇപ്പോൾ വേറെ ലീഡ് നമുക്ക് ഇതുവരെ ഇപ്പോൾ കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ നോക്കേണ്ടതാണ്. CCTV ക്യാമറകൾ കുറച്ച് ക്യാമ്പസിലുണ്ട്, അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. പിന്നെ പല തരത്തിലുള്ള അന്വേഷണം ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലീഡ് കിട്ടും. കോയമ്പത്തൂരിൽ ചികിത്സയിൽ കഴിയുന്ന അശ്വനിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയാലേ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ക്യാമ്പസിലെ സുരക്ഷ ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ അധ്യയന വർഷം സമാനമായ രീതിയിലുള്ള 4ാമത്തെ ആക്രമണമാണ് ഇതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഏകദേശം 200ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പസിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. IITയിലെ സുരക്ഷ ശക്തമാക്കാനും കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് മോഷ്ടക്കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ത് ജസീല എന്ന യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ അയൽവാസികളും ബന്ധുക്കളും ഉൾപ്പെടെ സംശയനിഴലിലാണ്. കേസിൽ ചികിത്സിച്ച ഡോക്ടറെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. വിദേശത്തായിരുന്ന യുവതിയുടെ ഭർത്താവ് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇയാളെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് വിവരം.
മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അയൽവാസികൾക്കുമെതിരെയാണ് യുവതിയുടെ കുടുംബം പരാതി നൽകിയത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തു. സ്വർണ്ണമോഷണ കുറ്റം ആരോപിച്ചതിൽ മനംനൊന്ത് നാലത്തടുക്ക സ്വദേശിനി നബീസത്ത് ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. യുവതിയെ ചികിത്സിച്ച ഡോക്ടർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഉൾപ്പെടെ 30ഓളം പേരെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. വിദ്യാനഗർ ഇൻസ്പെക്ടർ KP ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജസീലയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ വീട്ടുകാർക്കും അയൽവാസിക്കുമെതിരെയാണ് കുടുംബം വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയത്. ഇതിനിടയിൽ വിദേശത്തായിരുന്ന യുവതിയുടെ ഭർത്താവ് അമീർ നാട്ടിലെത്തി. ഇവരെയും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജസീല നാലത്തടുക്കയിലുള്ള വീട്ടിൽ വെച്ച് എലിവിഷം കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച മരണപ്പെട്ടു. ബോവിക്കാനം പൊവ്വലിലെ ഭർത്തൃ വീട്ടിലാണ് ജസീല താമസിച്ചിരുന്നത്. 9.5 പവൻ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട് അയൽ വീട്ടുകാർ ജസീലയ്ക്കെതിരെ ആദൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ജസീലയ്ക്കെതിരെ തെളിവുകൾ കണ്ടെത്താനായിരുന്നില്ല. ന്യൂസ് 18 കാസർഗോഡ്. പരിഷ്കൃത സമൂഹമെന്ന അഭിമാനം കൊള്ളുന്ന കേരളത്തിൽ മുത്തലാഖ് പോലുള്ള അനാചാരങ്ങൾ ഇപ്പോഴും നടമാടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നു. രാജ്യത്ത് നിയമം മൂലം നിരോധിച്ച ഒരു സമ്പ്രദായമാണ് മുത്തലാഖ്. എന്നാൽ അതിൻ്റെ പേരിൽ ഇരകളാകപ്പെടുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട്. മൂവാറ്റുപുഴയിൽ SMS വഴിയാണ് യുവാവ് ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയത്. സംഭവത്തിൽ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശി സുഹൈലിനെതിരെ പോലീസ് കേസെടുത്തു. ഭാര്യയുടെ പരാതിയിലാണ് മൂവാറ്റുപുഴ പോലീസിന്റെ നടപടി. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പരാതിയിൽ പറയുന്നു. മൂവാറ്റുപുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് സുഹൈലിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. മുത്തലാഖിന് പുറമെ സ്ത്രീധന പീഡന ആരോപണവും പരാതിയിലുണ്ട്. ദമ്പതികൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് യുവതിയെ തനിച്ചാക്കി സുഹൈൽ കടന്നു കളഞ്ഞതായും തുടർന്ന് ഫോണിൽ SMS അയച്ച് മുത്തലാഖ് ചൊല്ലിയതായും യുവതി ആരോപിക്കുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ട് സുഹൈൽ തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നുണ്ട്. ഭർത്താവായ സുഹൈലിനെതിരെ ഒട്ടേറെ ആരോപണങ്ങളാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ദിവസവും വീട്ടിൽ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അടുത്തിടെ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് യുവതിയെ തനിച്ചാക്കി ഇയാൾ കടന്നു കളഞ്ഞു. പിന്നാലെയാണ് SMS വഴി മുത്തലാഖ് ചൊല്ലിയതായി അറിയിച്ചത്. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ടിലെ 3, 4 വകുപ്പുകളും ഭാരതീയ ന്യായ സംഹിതയിലെ 85 വകുപ്പും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിയുടെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടെ പരാതിക്കാരി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഫോണിലെ സന്ദേശമടക്കം പരിശോധിച്ച ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. ചില മദ്യപാനികൾ കാശ് കൊടുത്ത് കള്ളുകുടിക്കില്ല. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പറ്റിച്ചു മദ്യക്കുപ്പികൾ തരപ്പെടുത്താൻ നോക്കും. കോഴിക്കോട് മുക്കത്തെ ഒരു ബിരുദം ചെയ്തത് ഒരൽപ്പം കടന്ന കൈയായിപ്പോയി. മദ്യപിക്കാൻ പണമില്ലാത്തതിന് ബിവറേജിൽ നിന്ന് കുപ്പി അങ്ങ് മോഷ്ടിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് പ്രീമിയം കൗണ്ടറിൽ നിന്ന് വില കൂടിയ മദ്യം മോഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കള്ളന് വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങി.
മുക്കം ബിവറേജ് ഔട്ട്ലെറ്റിലെ പ്രീമിയം കൗണ്ടറിൽ നിന്നാണ് മദ്യം മോഷണം പോയത്. വെള്ളിയാഴ്ച രാത്രി 8:45 മോഷണം നടത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് പരിശോധിച്ചപ്പോഴാണ് സംഭവം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ജീവനക്കാർ CCTV പരിശോധിച്ചു. ചാര നിറത്തിലുള്ള ഷർട്ടും ഇളം നീല ജീൻസും ധരിച്ച ആളാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ഏറെ നേരം കൗണ്ടറിൽ ചുറ്റി നടന്ന ശേഷം മദ്യക്കുപ്പി അരയിൽ തിരുകി കടന്നു കളഞ്ഞു. 1540 രൂപ വില വരുന്ന മദ്യക്കുപ്പിയാണ് മോഷ്ടിച്ചത്. അത് ഈ മാസം ഫെബ്രുവരി 20 രാത്രി ഒരു 8:45 കൂടിയാണ് ഈ മോഷണം പോയതായിട്ട് ഞങ്ങൾക്ക് കണ്ടത്. ഇത് നോക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിഗ്നേച്ചർ ഫുൾ ബോട്ടിൽ വിസ്കി ഒരു ബോട്ടിൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർന്ന് നടത്തിയ CCTV പരിശോധനയിലാണ് ഈ ഇങ്ങനെ ഒരാൾ ബോട്ടിലെടുത്ത് അരയിൽ തിരികെ കൊണ്ടുവന്ന് കണ്ടത്. ഒരു നീല ജീൻസും ഒരു ആഷ് കളർ ഷർട്ടും ഇട്ട ആളാണ് ഇത് ചെയ്തത്. CCTV ദൃശ്യങ്ങളടക്കം ബബക്ക ഉദ്യോഗസ്ഥർ മുക്കം പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മുക്കം. സംസ്ഥാനത്ത് ലഹരിയുടെ പ്രധാന ഇടനാഴിയായി മാറുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ദീർഘദൂര ട്രെയിനുകൾ കടന്നു പോകുന്നതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഷൊർണൂർ വഴിയാണ്. ട്രെയിനിലെത്തുന്ന സംഘങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് ഇറക്കിയ ശേഷം രക്ഷപ്പെടും. പിന്നീട് വിവിധയിടങ്ങളിൽ നിന്നെത്തുന്ന കാരിയർമാർ അത് വിതരണക്കാർക്ക് നൽകുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 തവണകളായി 12 കിലോയിലധികം കഞ്ചാവാണ് കണ്ടെത്തിയത്. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ H. വിനുവും പാർട്ടിയും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. 10 കിലോ ഉണക്ക കഞ്ചാവാണ് പിടിച്ചത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ ASI V. ബാലകൃഷ്ണൻ, ഷാജി, കോൺസ്റ്റബിൾ V. സവിൻ, പ്രവീൺ, പട്ടാമ്പി എക്സൈസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സൽമാൻ റസാലി, K. മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനൂപ് രാജ്, ആരതി, ഡ്രൈവർ സുരേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ 2 കിലോ കഞ്ചാവും പിടികൂടി. വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവെന്നാണ് നിഗമനം. കഞ്ചാവ് എത്തിച്ചവർക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ തോതിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടുന്നത്. ദീർഘദൂര ട്രെയിനുകളിലാണ് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഞ്ചാവ് കടത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ന്യൂസ് 18 പട്ടാമ്പി. പൊതുനിരത്തിൽ കാൽനട യാത്രക്കാരുടെ അശ്രദ്ധയാണ് പല അപകടങ്ങൾക്കും വഴിവെക്കുന്നത്. കൃത്യമായ ഗതാഗത നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടാം. കൊല്ലത്ത് നിന്നുള്ള ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യത്തിലേക്കാണ്. സ്വകാര്യ ബസ്സിടിച്ച് ബസ്സിനടിയിൽ വീണ വയോധിക തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പരവൂർ പാരിപ്പള്ളി റോഡിൽ അമ്മാരത്ത് മുക്കിൽ വെച്ചാണ് അപകടമുണ്ടായത്. പാറയിൽക്കടവ് സ്വദേശിനി ഓമന ബസ്സിനടിയിൽപ്പെട്ടെങ്കിലും ഭാഗ്യം കൊണ്ട് മറ്റു ദുരന്തമൊന്നും സംഭവിച്ചില്ല. CCTVയിൽ പതിഞ്ഞത് ഭീതിജനക ദൃശ്യങ്ങൾ. കൊല്ലത്ത് സ്വകാര്യ ബസ്സിടിച്ച് ബസ്സിനടിയിൽ വീണ വയോധിക തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പരവൂർ പാരിപ്പള്ളി റോഡിൽ അമ്മാരത്ത് മുക്കിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. പുനർജന്മം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് നെടുങ്ങോലം പാറയിൽക്കടവ് സ്വദേശിനി ഓമനയമ്മ. വീട്ടുജോലിക്ക് പോയ ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു 70-കാരി അപകടത്തിൽപ്പെട്ടത്. സ്റ്റോപ്പിൽ നിർത്തിയ ശേഷം മുന്നോട്ടെടുത്ത പാരിപ്പള്ളി പരവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിനടിയിലേക്ക് ഓമനയമ്മ വീഴുകയായിരുന്നു. ക്രോസ് ചെയ്തതല്ല, ഈ വണ്ടിയിലാണ് കാണാഞ്ഞിട്ടാണ്
അവർ കണ്ടില്ല. അതേ ഉള്ളൂ കുഴപ്പം വന്നത്. റോഡ് ക്രോസ് ചെയ്തതിന് കുഴപ്പം വന്നില്ല. ഡ്രൈവർ കണ്ടില്ല. ഞാൻ അതിലെ വരെയും ചെയ്യണ്ടായിരുന്നു ഇത്ര. ബസ് തട്ടി നിരത്തിട്ടതിനു ശേഷം വാഹനമൊന്ന് മുന്നോട്ട് നീങ്ങിയെങ്കിലും തലനാരിഴയ്ക്കാണ് ശരീരത്തിലൂടെ ബസ് കയറാതിരുന്നത്. നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ട ഓമനമ്മയെ പ്രദേശവാസികൾ ആശുപത്രിയിലെത്തിച്ചു. ഇനി റോഡിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് ഓമനമ്മ വ്യക്തമാക്കി. കൊല്ലം. വീട്ടിലൊരു ദുരന്തമുണ്ടായാൽ അത് ചിലപ്പോൾ നമ്മളെ മാനസികമായി തകർത്ത് കളയും. പ്രിയപ്പെട്ടവരുടെ മരണമോ അപകടമോ രോഗമോ വല്ലാത്തൊരു നൊമ്പരമായിരിക്കുമല്ലേ. കാസർഗോഡ് ബേടകം ശങ്കരംപാടിയിൽ മകൻ ആത്മഹത്യയിൽ മനം നൊന്ത് പിതാവ് കിണറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവം ഞെട്ടലോടെയാണ് കേട്ടത്. ശങ്കരംപാടി സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. മകൻ മണികണ്ഠനെ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം ബാലകൃഷ്ണൻ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നു. മകൻ തൂങ്ങി മരിച്ചതിന്റെ മനോവിഷമത്തിലാണെന്ന് പറയുന്നു. പിതാവ് കിണറ്റിൽ ചാടി ജീവനൊടുക്കി. ബേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശങ്കരംപാടി കോരമ്പാറയിലെ എ ബാലകൃഷ്ണൻ നായരാണ് ജീവനൊടുക്കിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. ബേടകം പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. ജനുവരി 31 ബാലകൃഷ്ണൻ നായരുടെ മകൻ മണികണ്ഠനെ അടൂർ പാണ്ഡ്യവരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം ബാലകൃഷ്ണൻ നായർ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് പറയുന്നു. ഇതേ തുടർന്നാണ് കിണറ്റിൽ ചാടി മരിച്ചതെന്ന് സംശയിക്കുന്നു. ബേടകം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സാവിത്രിയാണ് ബാലകൃഷ്ണൻ നായരുടെ ഭാര്യ. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ വിചാരണ ആരംഭിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടി. 2025 ജനുവരി 27 അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഇയാൾ കൊലപ്പെടുത്തിയത്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ പോലീസും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെട്ട സംഘവും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. വെള്ളറട കിളിയൂർ സ്വദേശി ശ്യാം എന്ന 29-കാരനാണ് പിടിയിലായത്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് വെള്ളറട പോലീസ്. ആലപ്പുഴയിൽ പോക്സോ കേസ് പ്രതി അറസ്റ്റിൽ. തമിഴ്നാട്ടിലും മറ്റുമായി ദീർഘനാളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഹമ്മദ് അലി മൻസിലിൽ അബ്ദുൾ റസാഖിനെയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴയിൽ ലഹരി വിരുദ്ധ സ്ക്വാഡിനെ ആക്രമിച്ച 2 പേർ പിടിയിൽ. അമ്പലപ്പുഴ വളഞ്ഞവഴി PV ജംഗ്ഷന് സമീപം ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. പാനൂർ സ്വദേശി അൻസിലിൽ നിന്ന് 2 ഗ്രാം MDMAയും നിരവധി ഇഞ്ചക്ഷൻ സിറിഞ്ചുകളും പിടിച്ചെടുത്തു. സ്ഥലത്തെത്തിയ ഷിയാസ്, അൻസിഫ് എന്നിവർ ചീത്ത വിളിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും വീഴ്ചകൾക്കും കാരണം ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചതാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആളുകളെ പോലും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ? ചിലരെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മറ്റു ചിലരുടെ ഉള്ളറിയുന്നത് പ്രവൃത്തിയിലൂടെയാകും. നിങ്ങളെ ചതിച്ചിട്ടുള്ള മനുഷ്യരെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. മധുരമായ വാക്കുകളിലൂടെ വിശ്വാസം നേടിയെടുത്ത ശേഷം പിന്നീട് വഞ്ചിക്കുന്ന, ജീവിതം തന്നെ തകർക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഉള്ളു തുറന്ന് സ്നേഹിച്ചവരും ചേർത്ത് നിർത്തിയവരുമൊക്കെയാണ് പിന്നീട് ചതിയുടെ രൂപത്തിൽ വേട്ടയാടിയിട്ടുള്ളത്. ആ ദുരനുഭവങ്ങൾ മറക്കാൻ അല്പം പ്രയാസമായിരിക്കുമല്ലേ? അതേക്കുറിച്ച് ഓർത്ത് പ്രതികാരം ചെയ്യുകയോ നിരാശയിൽ കഴിയുകയല്ല വേണ്ടത്. നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണം. അതുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവർ മനസ്സിലാക്കണം, ഒരു ദുഷ്ടശക്തിക്കും എന്നെ തകർക്കാൻ കഴിയില്ലെന്ന്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.